Welcome to the next lecture, Uniform Convergence and Continuity. Okay, so ഈ സെഷനിൽ നമ്മൾ യൂണിഫോം കൺവേർജൻസും കണ്ടിന്യൂറ്റിയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന കുറേ തിയറങ്ങളൊക്കെയാണ് നമ്മൾ മിക്കവാറും പ്രൂവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ സെഷനിൽ നമുക്ക് വൃത്തിയായിട്ട് മനസ്സിലാവാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, യൂണിഫോം കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ വൃത്തിയായിട്ട് അറിയണം, കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ കറക്റ്റായിട്ട് അറിയണം. ഇത് രണ്ടും അറിയണം. അതിൻ്റെ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ, ഇത് കണ്ടിന്യൂറ്റിയുടെയും അതുപോലെ തന്നെ യൂണിഫോം കൺവേർജൻസിൻ്റെ നമ്മൾ മുന്നത്തെ ലെക്ചറിൽ കണ്ടിട്ടുള്ള എല്ലാ ഡെഫിനിഷൻസും വൃത്തിയായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. സോ തിയറം 7.11, സപ്പോസ് എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ഓൺ എ സെറ്റ് ഇ ഇൻ എ മെട്രിക് സ്പേസ്. ഓക്കെ, ഇവിടെ മെട്രിക് സ്പേസ് ഉണ്ട്. ആ മെട്രിക് സ്പേസിൽ ഒരു സെറ്റ് ഇ എടുത്തിട്ടുണ്ട്. ആ ഇയിൽ എഫ് എൻ എന്ന് പറഞ്ഞ എല്ലാ എഫ് എൻസും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എല്ലാ എഫ് എൻസും ഇയിൽ എഫ് എന്നുള്ള ഫംഗ്ഷനിലേക്ക് യൂണിഫോംലി കൺവേർജൻ്റ് ആണ്. ഓക്കെ, ഓൾസോ സപ്പോസ് ദാറ്റ് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് എൻ ഓഫ് ടി ഈക്വൽ ടു എ എൻ. ഒരു ലിമിറ്റ് തന്നിട്ടുണ്ട്, ലിമിറ്റിംഗ് വാല്യൂ. സോ സപ്പോസ് ദാറ്റ് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് എൻ ഓഫ് ടി. സോ ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് വൺ ഓഫ് ടി എ വൺ ആണ്, ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ടു ഓഫ് ടി എ ടു ആണ്, എക്സെട്ര ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ത്രീ ഓഫ് ടി എ ത്രീ ആണ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, then sequence an converges and limit t tend to x f of t equal to limit n tends to infinity an. അങ്ങനെയാണെങ്കിൽ അവർ പറയുന്ന കാര്യത്തിലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ സീക്വൻസ് an കൺവേർജ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ എഫ് ഓഫ് ടി എന്നുള്ളത് എന്തായിരുന്നു? എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഓഫ് ടി ആണല്ലോ എഫ് ഓഫ് ടി. ബിക്കോസ് എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടിയിൽ ഈ എഫ് ഓഫ് ടി ആക്ച്വലി എന്താ? ദിസ് ഇസ് നത്തിങ് ബട്ട് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഓഫ് ടി. അതുപോലെ ഇവിടെ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ടി ടെൻസ് ടു എക്സ് എഫ് എൻ ഓഫ് ടി ആണ്. ചുരുക്കം പറഞ്ഞാൽ നമ്മളിവിടെ പ്രൂവ് ചെയ്യണത്, നോക്കുക, ഈ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ലിമിറ്റ് അങ്ങോട്ട് നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാൻ കാണിക്കാൻ നോക്കൂ. ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഓഫ് ടി എന്ന് പറയുന്നതും ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ടി ടെൻസ് ടു എക്സ് എഫ് എൻ ഓഫ് ടി എന്ന് പറയുന്നതും സെയിം ആണ് എന്നാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. ടി ടെൻസ് ടു എക്സ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ടി ടെൻസ് ടു എക്സ് എഫ് എൻ ഓഫ് ടി. സോ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊക്കെയാണ് വേണ്ടത്? എഫ് എൻ യൂണിഫോംലി കൺവേർജസ് ടു എഫ് ഓൺ എ സെറ്റ് ഇ. ഓക്കെ, നോ എക്സ് ഇസ് ലിമിറ്റ് പോയിന്റ് ഓഫ് ഇ തന്നിട്ടുണ്ട്. സപ്പോസ് ദാറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് എൻ ഓഫ് ടി ഈക്വൽ ടു എ എൻ. ടി ടെൻസ് ടു ലിമിറ്റിൻ്റെ ഡെഫിനേഷൻ ഉപയോഗിക്കണം കേട്ടോ അവിടെ. സോ ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് എൻ ഓഫ് ടി ഈക്വൽ ടു എ എൻ ആണ്. അങ്ങനെയാണെങ്കിൽ കാണിക്കേണ്ടത് എ എൻ കൺവേർജ് ചെയ്യുന്ന കാണിക്കണം. മാത്രമല്ല ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി ഈക്വൽ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ നമുക്ക് പ്രൂവ് ചെയ്യണം. സോ പ്രൂഫ് നോക്കിക്കോളൂ. ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ഗിവൻ. സോ ലെറ്റ് എഫ് എൻ കൺവേർജ് ടു എഫ് യൂണിഫോംലി ഓൺ ഇ. ഓക്കെ, യൂണിഫോംലി കൺവേർജൻസ് എന്ന് വിചാരിക്കുക. ദെൻ ബൈ ദ കോഷി ക്രൈറ്റീരിയൻ ഫോർ യൂണിഫോം കൺവേർജൻസ്, കോഷി ക്രൈറ്റീരിയൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂണിഫോം കൺവേർജൻസിൻ്റെ. അതനുസരിച്ച് ദർ എക്സിസ്റ്റ് എൻ ബിലോങ് ടു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഇസ് ദാറ്റ് mod of fn of t minus fm of t is less than epsilon for every n comma m greater than or equal to capital N for every t coming from E. നമ്മുടെ കോഷി ക്രൈറ്റീരിയൻ ഫോർ യൂണിഫോം കൺവേർജൻസ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. എഫ് എൻ എഫിലോട്ട് യൂണിഫോംലി കൺവേർജൻ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ദർ എക്സിസ്റ്റ് എൻ ബിലോങ് ടു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഇസ് ദാറ്റ് mod of fn of t minus fm of t is less than epsilon for every n comma m greater than or equal to capital N for every t belong to E. Now let t tends to x in equation number 1. ഈ ഇക്വേഷനിൽ ടീനെ ലെറ്റ് ടി ടെൻസ് ടു എക്സ്, ടിയിൽ എക്സിലേക്ക് കൊണ്ടുപോവുക. ടി എക്സിലേക്ക് പോകുമ്പോൾ എന്താ? ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് അപ്ലൈ ചെയ്യുക. അപ്പോൾ എഫ് എൻ ഓഫ് ടി ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് എൻ ഓഫ് ടി എന്താ? എ എൻ ആണ്. ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് എം ഓഫ് ടി എന്താ? എ എം ആണ്. അതാണ് നമ്മൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ദോർഫോർ വി ഗെറ്റ് മോഡ് ഓഫ് എ എൻ മൈനസ് എ എം ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി എൻ കോമ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ. അതിനർത്ഥം എന്താ? ദാറ്റ് മീൻസ് വാട്ട്? ദിസ് മീൻസ് സീക്വൻസ് എ എൻ is a Cauchy sequence. It is a sequence of real numbers. Okay, so it is a Cauchy sequence. Now, since every Cauchy sequence is convergent, therefore since an is a sequence of Cauchy sequence, it converges. So convergent എന്ന് മനസ്സിലാകുമ്പോൾ സപ്പോസ് കൺവേർജസ് ടു എ ആണെന്ന് വിചാരിക്കുക. സപ്പോസ് അത് എയിലേക്ക് കൺവേർജ് ചെയ്യും എന്ന് വിചാരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ ഈസ് ഈക്വൽ ടു എ നമ്മൾ കിട്ടി. നമുക്ക് കാണിക്കേണ്ടത് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി എന്താണ്? എൻ ടെൻസ് ഇൻഫിനിറ്റി എൻ എന്ന് കാണിക്കണം. അപ്പോൾ ലിമിറ്റ് എൻ ടെൻസ് ഇൻഫിനിറ്റി എൻ എ ആയാൽ നമുക്ക് എന്ത് കാണിച്ചാൽ മതി? ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി ഈക്വൽ ടു ക്യാപിറ്റൽ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രൂഫ് അവിടെ അവസാനിക്കും. ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി ഈക്വൽ ടു ക്യാപിറ്റൽ എന്ന് കിട്ടണം. സോ ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ഗിവൻ. സിൻസ് സിഗ്മ എഫ് എൻ, സിൻസ് സീക്വൻസ് എഫ് എൻ converges to F uniformly on E,
there exists a positive integer say n such that mod fn of t minus f of t is less than epsilon by 3 for every n greater than or equal to n1. ഓക്കെ, അപ്പോൾ നമ്മൾ എഫ് എൻ കൺവേഴ്സിറ്റി ഓഫ് യൂണിഫോംലി എന്ന് പറഞ്ഞതിൻ്റെ ഡെഫിനേഷൻ ഉപയോഗിക്കുകയാണ്. ദർ എക്സിസ്റ്റൻസ് ഫോർ ഇൻറ്റിജർ n1 such that modulus fn of t minus f of t is less than epsilon by 3 for every n greater than or equal to n1. ഓക്കെ, അടുത്ത് സിൻസ് ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി എ എൻ ഈക്വൽ ടു എ, നമ്മൾ എ എൻ കൺവേർജൻ്റ് എന്ന് പറഞ്ഞായിരുന്നല്ലോ, അത് എയിലേക്ക് കൺവേർജ് ചെയ്യുന്ന നിശ്ചയം ചെയ്യാൻ പറഞ്ഞായിരുന്നു. സോ ബൈ ദ കൺവേർജൻസ് ഓഫ് എ എൻ equal to a, that means what, there exists a positive integer n2 such that mod of a n minus a is less than epsilon by 3 for every n greater than or equal to n2. അല്ലേ, നമ്മൾ എ എന്ന് പറഞ്ഞ സീക്വൻസ് ഇതിലോട്ട് കൺവേർജ് വിചാരിച്ചാൽ നമുക്ക് അവിടെയും ഈ പറയുന്ന നമ്മുടെ എപ്സിലോൺ n2 ഡെഫിനിഷൻ കൺസിഡർ ചെയ്യാം. Now you take n to be the maximum of n1, m2. n1ൻ്റെയും n2ൻ്റെയും മാക്സിമം ആയിട്ട് n ചൂസ് ചെയ്യാം. ഓക്കെ, now സിൻസ് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് എൻ ഓഫ് ടി ഈക്വൽ ടു എ എൻ, അത് നമുക്ക് തന്നിട്ടുണ്ട്. ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് എൻ ഓഫ് ടി തന്നിട്ടുണ്ട്, എ എൻ തന്നിട്ടുണ്ട്. സോ അത് അത് നമ്മുടെ ലിമിറ്റിൻ്റെ ഡെഫിനേഷനാണ്. സോ കറസ്പോണ്ടിങ് ടു ദാറ്റ് എപ്സിലോൺ ബൈ 3 ദർ എക്സിസ്റ്റ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് മോഡ് എഫ് എൻ ഓഫ് ടി മൈനസ് എ എൻ ഇസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 വെൻ മോഡ് ഓഫ് ടി മൈനസ് എക്സ് ഇസ് ലെസ് ദാൻ ഡെൽറ്റ. ബൈ ദി ഡെഫിനേഷൻ ഓഫ് continuity അല്ല ലിമിറ്റ്, ബൈ ഡെഫിനേഷൻ ഓഫ് ലിമിറ്റ്. ഓക്കെ, വാട്ട് ഈസ് മോഡ് ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ നോക്കൂ. മോഡ് എഫ് ഓഫ് ടി മൈനസ് എ അതിൽ നമ്മൾ രണ്ട് ടേംസ് ആഡ് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും. എഫ് എൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എഫ് എൻ ഓഫ് ടി ഇവിടെ ആഡ് ചെയ്തു, ഇവിടെ സബ്ട്രാക്ട് ചെയ്തു, ഇവിടെ ഒരു മൈനസ് എയും സബ്ട്രാക്ട് ചെയ്തു, പ്ലസ് എൻ ആഡ് ചെയ്തു. സോ ബാക്കി എഫ് ഓഫ് ടി മൈനസ് അങ്ങനെ തന്നെ നിൽപ്പുണ്ട് കണ്ടോ. എഫ് എൻ ഓഫ് ടിയും എ എന്നും ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് അത് ട്രയാങ്കിൾ ഇക്വാളിറ്റി ആയിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്യാം. So less than or equal to f of t minus fn of t plus mod fn of t minus an plus mod of an minus ani. f of t minus fn of t less than epsilon by 3 ആണ്, കാരണം യൂണിഫോം കൺവേർജൻറ്റ്. fn of t minus an less than epsilon by 3 ആണ്, ബൈ ലിമിറ്റ് തന്നിട്ടുണ്ട് നമുക്ക്. mod of an minus a less than epsilon by 3 because sequence n converges to a ആണ്. whenever mod of t minus x less than delta and n greater than or equal to capital N. Therefore നമുക്ക് എന്ത് കിട്ടി, mod of f of t minus a ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. ദാറ്റ് ഈസ് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ എന്ന് പ്രൂവ് ചെയ്തു. ദാറ്റ് ഈസ് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ഇൻഫിനിറ്റി എ എൻ, അതാണല്ലോ എ എന്ന് എഴുതി. ദാറ്റ് ഈസ് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എൻ ടെൻസ് ഇൻഫിനിറ്റി എഫ് എൻ ഓഫ് ടി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ഇൻഫിനിറ്റി ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് എൻ ഓഫ് ടി എന്ന് കിട്ടും. ദാറ്റ് ഈസ് സീക്വൻസ് എഫ് എൻ ഇസ് യൂണിഫോംലി കൺവേർജൻറ്റ്. ദ ഇൻ്റർചേഞ്ച് ഓഫ് ലിമിറ്റ്സ് ഡസ് നോട്ട് ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് ലിമിറ്റ്. ഓക്കെ, നമ്മൾ ആ പ്രൂഫ് അവിടെ അവസാനിച്ചു. തിയറം 7.12. Sequence Fn is a sequence of continuous functions on E, and if Fn consists of uniformly on E, then F is continuous on E. Sequence Fn is ഒരു sequence of continuous functions ആണ്. മാത്രമല്ല Fn Fലോട്ട് യൂണിഫോംലി കൺവേർജൻ്റ് ആണെങ്കിൽ ലിമിറ്റിംഗ് ഫംഗ്ഷനും എന്താണ്, കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കണം. സോ ഒരു സീക്വൻസ് ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് യൂണിഫോംലി കൺവേർജൻ്റ് ആണെങ്കിൽ ലിമിറ്റിംഗ് ഫംഗ്ഷൻ എഫ് എന്ത് തന്നെയായിരിക്കും, കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ പ്രൂഫ് നോക്കുള്ളൂ. സിൻസ് സീക്വൻസ് എക്സ് എഫ് എൻ സോ സീക്വൻസ് ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഓക്കെ ഓൺ ഇ വി ഗെറ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ലിമിറ്റ് കൊടുത്ത് എന്താവും, ആ പോയിൻറ്റിലെ വാല്യൂലേക്ക് പോകും. ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് എൻ ഓഫ് ഈസ് ഈക്വൽ ടു എഫ് എൻ ഓഫ് എക്സ് ആവും. We get limit t tends to x fn out is equal to fn of x because fn's are all continuous. Since fn converges to uniformly on E, പക്ഷേ ഇയിലേക്ക് fn fലോട്ട് യൂണിഫോം കൺവേഴ്സൻ എന്നൊക്കെ പറഞ്ഞേക്കണേ. Therefore limit t n tends to infinity fn of x is equal to f of x ആണ്. n tends to infinity fn of x എന്താണ്, f of x ആണ്. Therefore by theorem 7.11 limit t tends to x limit n tends to infinity fn of t എന്ന് പറഞ്ഞാൽ അതെന്താ, ലിമിറ്റ് n tends to infinity limit t tends to x fn of t ആവും. t tends to x limit n tends to fn of t എന്ന് പറയുന്നത് എന്താവും, ലിമിറ്റ് n tends to infinity limit t tends to x fn of t ആവും. From equations 1 and 2 limit t tends to x f of t is equal to limit n tends to infinity fn of x ആവും. That is equal to f of x. So therefore we got limit t tends to x f of t is equal to f of x എന്ന് കിട്ടി. That is f is continuous on E. Okay, and the converse of this theorem is not true. That is a sequence of continuous functions may converge to a continuous function although the convergence is not uniform. Convergence എന്നാൽ യൂണിഫോം ആണെന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞത്. എക്സാമ്പിൾ fn of x is equal to n square x into 1 minus x square how is equal to 0 for every x. Yeah, you just go through this. Okay, now theorem 7.13.